ഹായ് ഗൈസ്. സോ നമ്മൾ അറേ മെത്തേഡ്സ് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടല്ലേ. ഇനി ലാസ്റ്റ് രണ്ട് അറേ മെത്തേഡ്സും കൂടി ഉണ്ട്. അതാണ് സ്പ്ലിറ്റും ജോയിനും പറഞ്ഞിട്ട്. ഓക്കെ, സ്ട്രിങ്ങിലാണ് കൂടുതൽ വർക്ക് ആവുക. സോ ഇത് റിയൽ പ്രൊജക്ട്സിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ആക്ച്വലി. ഓക്കെ, പിന്നെ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിലാണ് വർക്ക് ആവുകയെന്ന് പറഞ്ഞു. സോ നമുക്കൊരു കാര്യം ചെയ്യാം. അത് എസ്പെഷ്യലി വർക്ക് ചെയ്യുന്ന ഈ CSV കോമ സെപ്പറേറ്റ് വാല്യൂസിലൊക്കെയാണ് നമ്മൾ കൂടുതലും വർക്ക് ചെയ്യാം. സോ നമുക്കൊരു ഇത് വർക്ക് ചെയ്ത് നോക്കാം ഇത് എങ്ങനെയാണെന്നുള്ളത്. സോ നമ്മുടെ ഒരു അറേ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, കൺട്രി എന്നും പറഞ്ഞിട്ട് അതിൽ ഞാനിപ്പം ഇന്ത്യ, പിന്നെ ഇപ്പം ഞാൻ തൽക്കാലം ഒറ്റ ഇൻഡെക്സിൽ തന്നെ എല്ലാം മെൻഷൻ ചെയ്യാം. ഇന്ത്യ, USA, കോമിട്ട് UK, പിന്നെ ചൈന എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കൺട്രീസ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഒരു 4 കൺട്രിയൊക്കെ എഴുതിയിട്ടുണ്ട്. എല്ലാം കോമ സെപ്പറേറ്റഡ് വാല്യൂ ആണ് കേട്ടോ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇത് പക്ഷേ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 4 പീസ് ഓഫ് ഡാറ്റയാണ്. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. പക്ഷേ ഇത് എല്ലാം ഒറ്റ ഇൻഡെക്സിൻ്റെ ഉള്ളിലാണ് നമ്മളിത് റാപ്പപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കിത് സിംഗിൾ സ്ട്രിങ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് മുഴുവൻ ഒറ്റ സിംഗിൾ സ്ട്രിങ് ആണ് കൊടുക്കുന്നത്. അതിനെ അറേ ആക്കാൻ ബേസിക്കലി നമുക്കൊരു മെത്തേഡ് ഉണ്ട്, അതാണ് സ്പ്ലിറ്റ് മെത്തേഡ്. സോ ഇതെങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ കോൺസ്റ്റ് കൺട്രി അറേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഞാൻ ഈ കൺട്രി നമ്മൾ എഴുതിയ ഈ അറേ ഡോട്ട് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അതിൽ ഞാൻ കോഡ്സ് സ്ട്രിങ്ങിൽ ഞാൻ മെൻഷൻ ചെയ്യണം, കോമ മെൻഷൻ ചെയ്യണം. എന്നിട്ട് നമുക്ക് കൺസോൾ ഡോട്ട് ലോഗ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് കൺട്രി അറേയിൽ വന്നിരിക്കുക എന്നുള്ളത്. ഓക്കെ, സോ ഞാൻ കൺസോൾ ഡോട്ട് ലോഗിൽ കൺട്രി അറേ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി സ്പ്ലിറ്റ് വർക്കായില്ല. സോറി, സ്പ്ലിറ്റ് ആക്ച്വലി അറേയിലല്ലല്ലോ സ്ട്രിങ്ങിലല്ല വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ്. സ്പ്ലിറ്റ് എപ്പോഴും സ്ട്രിങ്ങിലാണ് വർക്ക് ചെയ്യുക. ഈ സ്പ്ലിറ്റും ജോയിനും സ്ട്രിങ്ങിലാണ് വർക്ക് ചെയ്യിക്കുക. സോ ഓക്കെ, സോ നമ്മുടെ കയ്യിൽ ഒറ്റ സ്ട്രിങ് ഉണ്ട്. അതിലിങ്ങനെ കൺട്രി എന്ന് പറഞ്ഞിട്ട് ഒറ്റ സ്ട്രിങ് ആണ്, അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. സോ നമ്മൾ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു അറേയിൽ നമുക്ക് ഇത് ബേസിക്കലി ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സെപ്പറേറ്റർ പാസ് ചെയ്തല്ലോ നമ്മളിവിടെ കോമയാണ് യൂസ് ചെയ്തത് സെപ്പറേറ്ററായിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു എവരി സെപ്പറേറ്റർ കണ്ടാലും ലൈക്ക് എപ്പോഴൊക്കെ നിങ്ങൾ കോമ കണ്ടാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ കോളനാണെങ്കിൽ ഇവിടെ കോളനാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്പ്ലിറ്റിലും കോളം കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കോമ കൊടുത്താൽ ഞാനിവിടെ സ്പ്ലിറ്റിലും കോമ കൊടുത്തത്. സോ എവരെ സെപ്പറേറ്റർ കണ്ടാലും നമ്മുടെ കേസിൽ കോമയാണ് കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് എലമെൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഫൈനലി എന്ത് ചെയ്യും, അത് പുതിയ അറേയായിട്ട് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, സോ സ്പ്ലിറ്റിൽ ഇങ്ങനെയാണ് സ്പ്ലിറ്റ് വർക്ക് ചെയ്യുന്നത്. സോ സ്പ്ലിറ്റിൽ സെക്കൻഡ് ആർഗ്യുമെൻ്റ് ഉണ്ട്. ബേസിക്കലി അത് ലിമിറ്റ് കൗണ്ടാണ് ഉള്ളത്. ബട്ട് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യാറില്ല ലിമിറ്റ് കൗണ്ടൊക്കെ. അതുകൊണ്ടാണ് സ്പ്ലിറ്റിൽ നമ്മൾ ഈ സെക്കൻഡ് പാരാമീറ്റർ ഓപ്ഷനിൽ സെക്കൻഡ് ആർഗ്യുമെൻറ്റ് നമ്മൾ കൊടുക്കാത്തത്. അത് അത് കൗണ്ടാണ്, ലിമിറ്റ് കൗണ്ടാണ്. അതുകൊണ്ട് നമ്മളധികം കൊടുക്കില്ല. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രിങ് തന്നെയാകും ബേസിക്കലി. സോ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കൺട്രീസ് ഇങ്ങനെ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട്. ഓക്കെ, ഇനി നമുക്കെന്ന് വെച്ചാൽ ജോയിൻ ചെക്ക് ചെയ്യാം. സോ ജോയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നെയിം ഉണ്ട് ഇവിടെ താഴത്ത്. ഓക്കെ, കോൺസ്റ്റ് നെയിം എന്ന് പറഞ്ഞ ഒരു അറേ ഉണ്ട്. അറേ ഉണ്ട്. ഓക്കെ, അറേയിൽ ഞാനിപ്പോൾ വിരാട്ട് എന്ന് എഴുതി, എന്നിട്ട് കോമ ഇട്ടിട്ട് കോഹ്ലി എന്നും കൂടി എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ നെയിം ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കറൻ്റ്ലി. ഇനി ബേസിക്കലി നമുക്കിത് ഒറ്റ സ്ട്രിങ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സിമ്പിളാണ്. ഞാൻ കൺസോൾ ഡോട്ടിൽ ഡയറക്റ്റ് എഴുതാം. അങ്ങനെ എഴുതാ വെച്ചാൽ നമ്മൾ നെയിം എടുക്കും, എന്നിട്ട് നെയിം ഡോട്ട് ജോയിൻ എന്ന് പറഞ്ഞ് വിളിച്ചാൽ മതി. ഓക്കെ, നെയിം ഡോട്ട് ജോയിൻ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഒരു മെത്തേഡ് ഉണ്ട്. അത് വിളിച്ചു കഴിഞ്ഞാൽ റൺ ചെയ്ത് നോക്കാം എന്താ വരാമെന്നുള്ളത്. സോ കോമ വന്നു, കാരണം ഇവിടെ കോമ ഇപ്പം നിങ്ങൾക്ക് ഡീഫോൾട്ടായിട്ട് കോമയാണ് വരുന്നത്. ഇപ്പം നമുക്ക് സ്പേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ട് സ്പേസ് ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ്റെ ഉള്ളിൽ സ്പേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ കോമ റീപ്ലേസ് ചെയ്ത് അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത ക്യാരക്ടർ എന്താണോ അത് അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ,
സോ സെപ്പറേറ്റർ ഇവിടെ ഓപ്ഷനിലാണ്. നമ്മളിപ്പോൾ ഓപ്ഷനിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് കോമ വരുന്നു. ഇപ്പോൾ സെപ്പറേറ്റർ കൊടുത്തുകൊണ്ട് അത് ആ സെപ്പറേറ്റർ ആഡ് ചെയ്തിട്ട് അത് റിട്ടേൺ ചെയ്യുന്ന എപ്പോഴും സ്ട്രിങ് ആണ് ഇത് റിട്ടേൺ ചെയ്യുന്നത് ജോയിനിൽ. സോ സ്പ്ലിറ്റ് എപ്പോഴും റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അറേ ആയിരിക്കും വരുന്നുണ്ടാവുക. പക്ഷേ ജോയിൻ എപ്പോഴും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സ്ട്രിങ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. സോ സ്പ്ലിറ്റ് ബേസിക്കലി ഞാൻ പറഞ്ഞു സ്ട്രിങ് ടു അറേ ആണ്, സെപ്പറേറ്റർ ബേസ്ഡ് ആണ്. പക്ഷേ ജോയിൻ എന്ന് പറയുന്നത് അറേ ടു സ്ട്രിങ് ആണ്, സെപ്പറേറ്റർ ബേസ്ഡ് ആണ്. പിന്നെ CSV പാഴ്സിങ്, യൂസർ ഇൻപുട്ട് ഫോർമാറ്റിംഗ് എല്ലായിടത്തും യൂസ്ഫുൾ ആണ് ഇതൊക്കെ. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു എങ്ങനെയാണ് സ്പ്ലിറ്റും ജോയിനും വർക്ക് ആവുന്നത് എന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പപ്പ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്. ബൈ.